നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ വീക്കെൻഡിലൊക്കെ നമ്മൾ ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം ഭയങ്കര ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് പാലെടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് കസ്റ്റാർഡ് പാലും കൂടെ മിക്സ് ചെയ്താട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലും കൂടെ ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം കസ്റ്റാർഡ് ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് തിക്കായിട്ട് കിട്ടില്ല. ഇതുപോലെ കുറച്ചൊരു ക്രീമി ആയിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പം പാല് ഉപയോഗിച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ നമുക്ക് കേക്കിനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ സ്റ്റിഫ് പീക്ക് ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് സ്റ്റിഫ് പീക്കായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടൊരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് പൗഡേർഡ് ആയിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വാനില എസൻസ്, പിന്നെ നമുക്ക് ഏതെങ്കിലും കളറോ ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് മാംഗോ ഫ്ലേവറാണ് ചേർത്തത്. അപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. നല്ല ഇതായിട്ട് പൊങ്ങി വരും, പക്ഷേ ലൂസായിട്ടുള്ള രീതിയിലാണ് കേട്ടോ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കുറച്ചൊരു 10 മിനിറ്റോളം നമ്മൾ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിഫ് പീക്കായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ ഒരു എല്ലാത്ത കേക്കിനൊക്കെ വാങ്ങുന്ന വിപ്പിംഗ് ക്രീമിനേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം കേട്ടോ. അപ്പോൾ നമുക്ക് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കാൻ ഇത് ബെസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതിനിപ്പം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ട്രേ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ടുള്ളതിലേക്ക് നമ്മൾ ഒരു ലെയറായിട്ട് ആദ്യം ബ്രെഡ് വെച്ച് കൊടുത്തു. അപ്പോൾ 2 പീസ് ബ്രെഡ് വെച്ചു. അതിൻ്റെ മേലെ നമ്മൾ കസ്റ്റാർഡ് മിൽക്ക് മിക്സ്ചർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്രെഡൊക്കെ ഒന്നിങ്ങനെ സോക്ക് ആവാനായിട്ട് വീണ്ടും ഒരു ലെയറും കൂടെ ബ്രെഡ് വെച്ചു. പിന്നെ അതിൻ്റെ മേലെ ഇതുപോലെ കസ്റ്റാർഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്രെഡിന് പകരമായിട്ട് റസ്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ വിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്രീം ചേർത്തിട്ട് ഈവണായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ആൽമണ്ടാണ് കേട്ടോ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് റോസ് പെറ്റൽസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, സാഫ്രോണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.